ത്രിയുഗ ദൈവത്തിന് സ്തുതി. അഭിനന്ദനായ അന്നേരം മാറ്റമായ വലിയ സൃഷ്ടി മാതാപിതാക്കളെ സഹോദരൻ ബൈബിൾ പഠനത്തിനുള്ള ഒരു അവസരം. തിരുവചനം വളരെ ശ്രദ്ധയോടെ നമ്മൾ പല ആവർത്തി ശ്രദ്ധിക്കാൻ ഭാഗ്യം ലഭിച്ചു. നമ്മളിതുപോലുള്ള അവസരങ്ങളൊക്കെ പ്രൊസഷൻ നടത്താറ്, പ്രദക്ഷിണം, അതിന്റെ സന്നാഹങ്ങളൊന്നും ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. നമുക്കങ്ങനെ ഒരു പ്രദക്ഷിണത്തിന് ഇറങ്ങിയാലോ? ഈ പ്രദക്ഷിണത്തിന് മറ്റൊരു തലമുറ മരണവാർത്ത അറിഞ്ഞാൽ അത് പങ്കെടുക്കാനായിട്ട് പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരുടെ യാത്ര, കവടൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധിയും കണക്കാനായിട്ട് ഒരുങ്ങുന്നമായിട്ടുള്ള ഒരന്തരീക്ഷത്തിലാണ് ഈ യാത്രയായിട്ട്. നാം ധ്യാനിച്ച വേദഭാഗം തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെയോ ഇന്ന് വരെയോ കേട്ട കാര്യങ്ങളായി കാണും. ഇതുവരെ പറഞ്ഞിരുന്നത് വളരെ പ്രഗത്ഭരായിട്ടാണ്. ഞാൻ അതിനകത്ത് പറയുമ്പം എന്റെ നാവിൽ നിന്ന് വരുന്നത് വളരെ പരിമിതമാണ്. പക്ഷെ ദൈവവിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, വിശുദ്ധാത്മാവ് പഠിച്ചാൽ കൈമാറുന്ന ശബ്ദങ്ങൾക്ക് അതിൽ ദർശനത്തിന് മതിൽക്കെട്ടുകൾ ദൈവത്തെ അത് ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് ഈ ഒരു 14 മിനിറ്റ് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് തുടങ്ങപ്പെടുന്നു. ഈ ദേവാലയം കല്ലുകൊണ്ട് കെട്ടിയാണ്. ഈ ഓരോ പീസ് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കുന്നത് അറിയാവുന്നവരില്ല. എല്ലാം കൂടെ ഈ രൂപത്തിലാക്കാൻ ഇതിലിരിക്കുന്ന നമുക്ക് ആർക്കും കാര്യമായിട്ട് സംഭാവന ചെയ്യാൻ കുറയുക. അതിനെക്കുറിച്ച് വിവരമുള്ളവൻ മനസ്സിലെത്തി അത് നടത്തുകയാണ് ചെയ്യുമ്പോൾ ആരാധനയ്ക്കുള്ള പൗരസ്ത്യ മക്കളുടെ ആരാധനയ്ക്കുള്ള ഒരു പവിത്രമായ ദേവാലയത്തിന്റെ ചുറ്റുമതിലായിട്ട് അതിന്റെ ക്രമീകരണത്തിനായിട്ട് കൊലരിക്കപ്പെടും. ഫൈനാൻസിന്റെ പ്രിയപ്പെട്ടവരല്ല. പക്ഷെ ഇവിടെ ഒരുമിച്ച് വായിക്കുന്ന വാക്കുകൾ, ദൈവസ്ഥലത്തിൽ അണയുന്ന നിമിഷങ്ങൾ, പരിസരത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നത് ഈ വേദഭാഗത്ത് രംഗത്ത് വരുന്ന വ്യക്തികൾ, പിന്നീട് അതിനോട് ചേരുന്ന മറ്റു വ്യക്തികൾ, അവസാനം ഈ തീർത്ഥാടനം എവിടേക്ക് പോകുന്നു എന്നുള്ള സന്ദേശം. ഇത് ഈ കോൺഫറൻസിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് ദൈവം ഒരുക്കുന്ന വളരെ വിലപ്പെട്ട വിഭവവും നാളെ മുതലുള്ള നമ്മുടെ ജീവിതത്തിൽ നിർണായകമായി കൈമാറുവാൻ സാധിക്കുന്ന ദൈവകൃപയുടെ സമർത്ഥ്യവുമായി കണ്ട കാഴ്ചപ്പാടുകൾക്ക്, സമീപനങ്ങൾക്കും ബന്ധങ്ങൾക്ക് നാളെ ദൈവം കൈകാര്യം ചെയ്യുമ്പോൾ, അനുസരിച്ച് അണയുമ്പോൾ, ദൈവബലിയിലും മറ്റ് ശുശ്രൂഷയിലും എഴുതിച്ചേരുമ്പോൾ ഈ അക്ഷരങ്ങൾ ഇപ്പോഴും മണവും സുഗന്ധവും പറയാവുന്ന ആവശ്യമുള്ളതാണ്. ഇവിടെ ആരാധന തന്നെ ഏറ്റവും ഔഷധമെല്ലാം ഈ സിദ്ധങ്ങൾ കൊണ്ടുവായിക്കാൻ നമുക്കറിയാം. അതുകൊണ്ടത് അവസാനിക്കുകയല്ല, നീ ഒരാരംഭം സൃഷ്ടിക്കുക. അയംസിന്റെ നേതാക്കന്മാരുടെ പുരോഹിതന്മാരുടെ സന്യാസിമാർ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ആചരിക്കുക. ഈ കല്ലുകൾ അടുക്കിയിരിക്കുന്നത് പോലെ നമ്മളെല്ലാം കൂടെ കൂടിയാൽ മലക്കൽ സഭയ്ക്ക് പുതിയ ഒരു സുഗന്ധം വരുത്താൻ, കുറെ കൂടെ വെളിച്ചം കണ്ടെത്താൻ ദൈവകൃപയെ ആനന്ദിക്കണം. എന്നെ സ്നേഹിക്കുന്ന
എന്നെ കരുതുന്നു, എന്നെ കരുണയോടെ വീക്ഷിക്കുന്ന, എന്റെ പാപങ്ങൾ പോരാങ്ങളും പോക്കുന്ന മണ്ണായ എന്നെ പെണ്ണിന്റെ ഉടമയായി രൂപാന്തരിക്കുന്ന വലിയ ദൈവത്തെ അടുത്ത നിർത്താൻ ഒന്നിച്ചൊരു സെൽഫി എടുക്കാൻ തിമോസിന്റെ പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അമോസിന്റെ പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസം പറഞ്ഞത് നിങ്ങൾ ആദ്യ രാവിലെ വായിച്ച മുഴുവൻ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരു യാത്ര തുടങ്ങാനുള്ള മുഖവരി എന്നതാണ്. യേശുവിന്റെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് പറഞ്ഞു, ഒരു വിഷയമാണ് ലാസ്റ്റ്. സ്വാഭാവികമായിട്ട് അവിടെ മനസ്സിൽ തോന്നിയത് ഉറക്കം എന്ന് പറയുന്നത് രോഗിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഭാഗം. ഉറക്കം കിട്ടുമെങ്കിൽ സുഖത്തിന് സാധ്യതയുണ്ട്. അതാ അവരുടെ സ്റ്റേറ്റ്മെന്റ്. തമ്പുരാൻ മനസ്സിലായി, അത് ഇവിടെ ക്ലിയർ ആക്കിയില്ലെങ്കിൽ സംഗതി ശരിയാണ്. യേശുവിന്റെ പ്രതികാരില്ല, ലാസം തിരിച്ചുപോയി. ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇത് പറഞ്ഞേച്ച് തമ്പുരാൻ അവിടെ കറങ്ങിയെടുത്തിരിക്കും. പോകാനൊരു ഉത്സാഹം. ഈ ശിഷ്യന്മാർക്ക് എന്തുമാത്രം കൺഫ്യൂഷൻ ഉണ്ടായി കാണും. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം അന്നത്തെ കാലത്ത് ഒരു നോട്ടീസും ഇല്ലാതെ 10-13 പേര് ഇതുപോലെ സന്ധ്യ ആകുമ്പോൾ കയറി വന്നിട്ട് അത്താഴത്തിന് കൈ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ ഈ മാർത്തയും മറിയും മാത്രം കഷ്ടപ്പെട്ടാണ്. അത് എത്ര ആവശ്യം. ഒരു നോട്ടീസും കൊടുക്കാതെ കയറാൻ പറഞ്ഞിട്ട് അത്ര അഭേദ്യമായ ബന്ധം. ലാസറും മാർത്തയും മറിയും യേശുവിന്റെ ത്രിമൂർത്തികൾ പോലെ പ്രിയപ്പെട്ടവർ. ശിഷ്യന്മാർക്ക് അങ്ങനെ ഒരു വീട്ടിൽ ഒരു വലിയ ആഘാതം ഉണ്ടായി. അവിടുത്തെ പുരുഷൻ പൊടുന്നനവെ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. മാത്രം അത്ഭുതം നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. ആരെയെല്ലാം ഉയർപ്പിച്ചിട്ടുണ്ട്, ആരെയെല്ലാം സൗഖ്യമാക്കിയിട്ടുണ്ട്. സഹോദരി കണ്ടപ്പോ പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. ഇവര് അസ്വസ്ഥമായിട്ട് നിൽക്കുമ്പോ യേശുവിനെ പിന്നെ ഡിലേ ചെയ്യും. അതിനിടയ്ക്ക് പറയാൻ ഞാനത് സംഭവിച്ചു. ദൈവത്തിന് മഹത്വപ്പെടാൻ ഈ യാത്ര തുടങ്ങാൻ തുടങ്ങി ഒരുമ്പെട്ട ശശിമാർക്ക് എന്തെങ്കിലും പിടിക്കുകയോ തമ്പുരാനെ തൊട്ടൊരുമ നടക്കുന്ന നമുക്ക് രക്ഷകന്റെ ദിവ്യ സാന്നിധ്യത്തിലും ഫലിതം പിടികിട്ടില്ലേ? ദൈവത്തിന്റെ പ്രവൃത്തികൾ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം. It be very difficult for us to digest of who is Jesus. What is the content of his being? What is the approach? What is the purpose of his saying something? This is a utter confusion till the last moment when it is revealed, and itself will be beyond our comprehension. യേശുക്രിസ്തുവിനോട് വളരെ അടുത്ത് നടക്കുന്നവർക്കും എത്തും പിടിയും കിട്ടാത്ത നമുക്ക് ഡീഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കുണ്ട്, ദൈവീകരണം എന്ന് പറയുന്നത്. നമ്മുടെ തൊഴിൽപ്പുറത്ത് പോലും ദേശാത്ത ഒരു വാക്കാണ്. ഇതിനിടയിൽ ചിലരൊക്കെ അത് രുചിച്ചറിയും. യോഹന്നാൻ ഈ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് ദിവസം പറയില്ല. വലിയ അവസരങ്ങളൊക്കെ മറ്റ് ശിഷ്യന്മാരൊക്കെ തെക്കോട്ട് മടക്കോട്ട് നിൽക്കുമ്പോൾ ആ പുണ്യപ്പെട്ട പിതാവ് പലതും രജിസ്റ്റർ ചെയ്ത് ഓണർഷിപ്പ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. തോട്ടത്തിൽ അല്ലെങ്കിൽ മാളികമണിയിൽ അപ്പൊ വീട്ടിലെ വാഴ്ത്തി കൈമാൻ കൊടുത്തിട്ട് ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ
ഒരുത്തൻ അവന്റെ നെഞ്ചത്ത് കയറി. അതിന്റെ പൾസ് മുഴുവൻ കൃത്യമാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണു കാണാത്ത പ്രായത്തിൽ പത്മോസ്തുപിൽ ചെന്ന അത് അയവിറക്കി എഴുതിയതിന്റെ അംശങ്ങളാണ്. വെളിപ്പാട് പുസ്തകങ്ങളൊക്കെ നമുക്ക് രത്നമായിട്ട് വജ്രമായിട്ട് ജ്വൽസ് ആയിട്ട് പറയുന്നു. ഈ സമയത്ത് ആ പുള്ളിപ്പെടുത്ത എന്തായിരുന്നു ചെയ്തിരുന്നെന്ന് അറിയാൻ പാടില്ല. ആ ശിവമാർക്കൊലൊക്കെ കൺഫ്യൂഷൻ. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. നമ്മള് ബൈബിൾ പഠനത്തിലൊക്കെ ഒത്തിരി ഉത്സാഹിച്ചിരിക്കും. ഒത്തിരി സമയം ദിവസമാക്കില്ല. നിങ്ങൾ പക്ഷം മലങ്കര സഭയുടെ മറ്റു ആളുകളുമായി 100 കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് നമുക്കായിരുന്നു. പക്ഷെ നമ്മുടെ അവസ്ഥ എന്നാണെന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കും. അപ്പൊ ഇറങ്ങി തിരിക്കുമ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ പരിപാടിയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മൊബൈലില് ഒക്കെ ഓർഡർ ചെയ്ത് അത് ഗംഭീരമായിട്ട് എല്ലാം റെഡി ചെയ്തു ചെല്ലുമ്പോഴത്തേന് ഏതെല്ലാം പാട്ടുകളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്ന നമ്മളൊരു ആശ്രയമാണ്. ഈ 12 പേര് തിരക്കില്ലാത്ത 3 പേരെ അതിന്റെ ചുമതലപ്പെടുത്തും. അപ്പോൾ ക്രിക്കറ്റില്ലാതെ അവിടെ ചെല്ലും. ശിഷ്യന്മാർക്ക് ഇത് കൂടുതലാണ്. യേശു പറയുന്നു ദൈവത്തിന്റെ മഹത്വത്തിനാണ് ഉള്ള അവസരം ഈ യാത്ര. അവിടെ ചെന്നപ്പോഴാണ് മറിയ കണ്ടപ്പോ പറഞ്ഞു, അയ്യോ നീ ഇവിടെ പോന്നിട്ടില്ലേ. അവർക്കുള്ള വിശ്വാസം, അത്രയും വിശ്വാസം ഏറ്റു പറയാൻ അതിനനുസരിച്ച് അംഗങ്ങൾക്ക് എത്ര കഴിയും. ഇത് വിളിച്ചു പറയാൻ മറ്റുള്ളവരുടെ സ്ഥാനത്തിൽ പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടോ? ഓർത്തഡോക്സ് സഭയുടെ മേൽവിലാസമാണ്, ഓർത്തഡോക്സ് സഭയുടെ ദൗത്യമാണ്, ഓർത്തഡോക്സ് സഭയുടെ ശുശ്രൂഷയാണ്, സാക്ഷ്യം. അവിടെ ചെന്നപ്പോ മറിയത്തോടും സ്വാന്തനമാക്കൽ ചേർന്നൊക്കെ പറഞ്ഞു. അവരെ വെച്ച് കൽപ്പനയൊക്കെയാണ് അന്വേഷിക്കുന്നത് യേശു. അങ്ങോട്ട് നടന്നെടുക്കുമ്പോ അവനോടുള്ള പ്രേമം കൊണ്ട് എന്തെങ്കിലും അഭിപ്രായം കാട്ടും എന്നുള്ളതാണ് ആ സഹോദരിക്ക് ഭയം. സമയത്ത് വന്നില്ല. ആ ശരീരം ചീഞ്ഞു നടക്കൊണ്ടിരിക്കുന്നു. വല്ല കുരുത്തക്കേട് കാണിച്ചാൽ ആ പ്രദേശം മുഴുവൻ അവളങ്ങനെ പച്ചയ്ക്ക് ആ കാര്യം പറയുക. നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ല. ഇപ്പൊ ഉള്ളത് കൊണ്ട് വലിയ പ്രയോജനം. കുഴപ്പം കാണിക്കാതെ ദയവ് ഉപദ്രവിക്കരുത്. അതല്ലേ ഭാഷകർത്ഥം. യേശുവിനെ മാത്രം വെച്ച് പറഞ്ഞു. കുറച്ചു നാൾ മുമ്പ് യേശുവിനാണ് ഈ 2 സഹോദരികളെ കണ്ടപ്പോ മാർത്ത അസ്വസ്ഥതയിലായിട്ട് അവർ പറഞ്ഞത്, നീ കണ്ടോ എന്റെ സഹോദരി പോയി കുത്തിരുന്ന് ദിവസം പഠിക്കുക, ഇതിനെക്കുള്ള എന്റെ ശിഷ്യന്മാർക്കുള്ള ശാസ്ത്രത്തിൽ ഒരു കൈ തരാൻ. ഞാൻ അവളോട് പറഞ്ഞത്, അവളെ നല്ലത് ചക്കക്കുരു കണ്ടാൻ പോലും താല്പര്യപ്പെടാത്ത സഹോദരി ഇവർക്കെല്ലാം വിശ്വാസന്മാരുടെ ഒരു ഉത്തരവാദിത്വം കൃത്യമാത്രമായി വെച്ചിട്ട് അവിടെ ഇരിക്കുമ്പോ അവർ സങ്കടം പറയുന്നു, വേറൊരു ഭാഷ പറയുന്നു. അവളോട് അവർക്ക് ആ സമയത്ത് യേശുവിന്റെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഞാൻ പലപ്പോഴും ദേവാലയത്തിലും ആരാധനയിലും ക്രിസ്തുവിന്റെ ദിവസാലത്തിലും യേശുവിന്റെ രക്ഷയിലേക്ക് അനുഭവിക്കുമ്പോഴും തളർച്ചയിൽ വീഴ്ചയിലാണ് രക്ഷയുടെ ഒരു പ്രതീക്ഷയും ഇല്ല. നമ്മുടെ അവസ്ഥയായിരുന്നു, ഭൂരിപക്ഷങ്ങളുടെ അവസ്ഥയാണ്. ഇത് മാറ്റണമെന്ന തമ്പുരാന്റെ താല്പര്യം. അതിന് നേരത്തെ പറയുന്നത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട്
ഇത് ദൈവനാമ മഹത്വത്തിനാണ്. ഇത് അന്വേഷിക്കാനോ കണ്ടെത്താനോ ഞാൻ അധ്യാപകനാണ് എന്ന് ചോദിക്കാനോ ആർക്കും ധൈര്യമില്ല. ഈ ധൈര്യക്കുറവാണ് സഭയുടെ ശാസ്ത്രം. അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ദാരിദ്ര്യമാണ് സഭയെ ദുഃഖത്തിൽ ഇപ്പെടുന്നത്. അന്വേഷിക്കാൻ ആയിട്ടൊന്ന് ഉത്സാഹിച്ചാൽ എത്ര മാറ്റം. എന്റെ അന്വേഷണമാണ് ഐനാംസിന്റെ 84 വർഷം പൂർത്തീകരിക്കുന്ന 84 വാർഷികം പൂർത്തീകരിക്കുമ്പോൾ തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട അന്വേഷണമാണ് നമ്മുടെ അന്വേഷണം. ആശ്രമങ്ങൾ, പ്രസ്ഥാനങ്ങൾ, പ്രവർത്തനങ്ങൾ, ബന്ധുക്കളും രാഷ്ട്രങ്ങളും അധ്യാത്മ സംഘടനകളും വൈദേശമായ പോലെയുള്ള വിവിധ കാര്യങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വളർന്നു എമ്പാടും നമ്മുടെ ഈ തീർത്ഥയാത്ര എവിടേക്കാണ്. ഇതിന്റെ പുറകെ അവിടെ കൂടെ ഞാൻ ചിലപ്പോൾ ആ രംഗം എന്നെ വായിച്ച് ഭയങ്കര ശക്തമാണ്. ഞാനൊരു ആശ്രമത്തിൽ പോയപ്പോ അവിടെയൊക്കെ വൈകിട്ട് 3 മണിക്ക് മുമ്പ് സന്ധ്യാവസ്കാരം 2 കഴിഞ്ഞ 3-3:30 ആകുമ്പോഴത്തേക്ക് ആരാധനയെല്ലാം കഴിയും. അവിടെ അത്താഴം ഭാഗത്ത് നേരത്തെ കഴിഞ്ഞിട്ട് അവര് ചിലപ്പം നടക്കാൻ പോകുമ്പോ അവിടെ ഒരു ആപ്പെടുത്തു. അതില് ആചാര്യൻ നല്ല ഒരു ചെറുപ്പക്കാരൻ ഉദ്ദേശം പോയി പഠിച്ചിട്ടുണ്ട്. അല്ല ഞാനത് വളരെ പ്രായമായ ഒരു സന്യാസി കൊടുത്തു നടക്കുക. അദ്ദേഹം തീരെ പൊക്കമല്ല. അദ്ദേഹം ഇങ്ങനെ മേലോട്ട് നോക്കിയാലേ ഈ ആപത്തിന് പോക്കാണ്. പക്ഷെ തൊട്ട് പിടിപ്പിന്നാണ് ഈ വൈദികൻ, ഈ സന്യാസി 100 ചോദ്യങ്ങൾ. അവരൊക്കെ വീട്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കയ്യിലൊരു വീട് അതിങ്ങനെ കറക്റ്റ് തലപ്പന. ഇദ്ദേഹം വളരെ സ്നേഹമായിട്ട്, വളരെ ഭംഗിയായിട്ട്, വളരെ അനുഭവസമ്പന്നമായി പ്രതിശാസ്ത്രപരമായിട്ട് അതേപോലെ എല്ലാം പറഞ്ഞു. ഞാനായിരുന്നു ഓർമ്മ. വൃദ്ധനായ സന്യാസിയാണ് പ്രവർത്തകനായിട്ട്. ഒരുപക്ഷെ ഇദ്ദേഹം ആശ്രമത്തിൽ ചെയ്യുന്നതിന് പല വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് സന്യാസിയായ ഒരു വൈദ്യ സ്പെഷ്യലാണ്. സന്യാസി സ്പെഷ്യൽ അദ്ദേഹം താല്പര്യത്തോടെ ധ്യാനം കൊള്ളും. അവിടെ ആപട്ടിനോട് 100 ചോദ്യങ്ങൾ ചോദിച്ചു പോകും. ഗതാഗത യാത്രക്കിടയിൽ യേശുക്രാൻ ഉപയോഗിച്ച ഒരു പ്രഖ്യാപനം, ഒരു സന്ദേശം എന്താണെന്ന് ചോദിക്കാനുള്ള ആഗ്രഹത്തെയും ഈ ശിഷ്യന്മാർക്ക് യാത്രകളെ കാണാം. ദീർഘം എനിക്കും ഭയപ്പെടുകയില്ല. നമുക്ക് മനസ്സിലാക്കാത്ത എന്ന് മാത്രം ഭേദപ്പാക്കണം. ഉദാശകളും അനുഷ്ഠാനങ്ങളുമാണ് അന്വേഷിക്കാനും കണ്ടെത്താനും അതിന്റെ പൊരുള് ഉൾക്കൊള്ളാനും സാധിച്ചാൽ എത്ര അനുഗ്രഹമായ അവസ്ഥ. അവിടെ ചെല്ലുന്നു. യേശുമ്പൻ കലറക്കി മറിയം വേദനയോടെ പറയുന്നു 4 ദിവസമാണ്. ബാക്കി പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. തമ്പുരാൻ മനസ്സിലാക്കി നിന്നവർക്ക് മനസ്സിലായി. അവിടെ ചെന്നപ്പോ കണ്ടിട്ട് അതുവരെ മനസ്സ് കട്ടുപിടിച്ച ഒരു മനുഷ്യനെ പോലെ തന്റെ ഉറ്റസ്നേഹിതനായ ലാസർ മരിച്ചു എന്നുള്ളത് വളരെ കാഷ്വലായിട്ട് പറയുന്ന പോലെ. അവൻ രോഗിയായിരുന്നു. രോഗം സൗഖ്യമാക്കുന്നു എന്ന് ശുദ്ധമായി പറഞ്ഞപ്പോൾ മാത്രം പറഞ്ഞില്ല, കഴിഞ്ഞ പരിപാടി നിലംഭാവത്തിൽ. പക്ഷെ കല്ലറക്കെ ചെന്നപ്പോൾ കരഞ്ഞു. അവിടെ ഒരു പ്രയോഗം എന്നാ സംഭവിക്കുന്നത്? മേലോട്ട് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. താഴോട്ട് നോക്കി കല്ലറയുടെ വാതിലെ ലക്ഷ്യമാക്കി പറഞ്ഞു, ലാസറെ പുറത്തു പോയിട്ട് ഇതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ആ സമയത്തുണ്ടായ റെസ്പോൺസസോ റിയാക്ഷനോ ഒന്നും വേദോസത്ത് പറയുന്നത്.
അത് നിങ്ങളും ഞാൻ ഫിൽ ചെയ്യേണ്ടതാണ്. ആ ട്രീറ്റ് ഏറ്റുവാങ്ങാനുള്ള കാരണം ലാസ്റ്റത്തെ സ്പേസിലാണ് നമ്മളെങ്കിൽ ആ രീതിയിൽ ഞാനോട് റെസ്പോണ്ട് ചെയ്യണം. ലാസ്റ്ററിന്റെ സഹോദരികളുടെ പൊസിഷനിലാണെങ്കിൽ അങ്ങനെ അത് ഏറ്റുവാങ്ങും. കാണികളായിട്ടുണ്ടെങ്കിൽ അതിനും അവസരം. ഇതെല്ലാം ഏറ്റുവാങ്ങാനും കൈമാറാനും ആഘോഷിക്കാനും ഇതിനൊരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ അന്വേഷിക്കുകയും കാണുന്നത്. യാത്ര തുടങ്ങി ബഥാന്യ വരെ വന്നപ്പോഴത്തേക്കിനുള്ള ആ റൂട്ടിന്റെ രൂപമാണ് തഴോട് താഴ്ന്നു. ഓരോ സ്റ്റേജ് വരുമ്പോഴത്തേനും വലിയ വേദനാജനകമായ ഒരു സ്ഥലം. ഇതുപോലൊരു ഗ്രാഫ് ഭാഷാഴ്ചയുമുണ്ട്. ഓശാന പെരുന്നാളിൽ എന്നെ അടിപൊളി പരിപാടിയത്. യേശുബ്രാന്റെ 33 വർഷത്തിനുള്ളിൽ ഇത്രമാത്രം ഗംഭീരമായ ഒരു റിസപ്ഷൻ കിട്ടിയിട്ടുള്ള ദിവസം സംഗതി കഴിഞ്ഞപ്പോഴത്തായിരിക്കുന്നെങ്കിൽ തമ്പരാനെ കഴിഞ്ഞായിട്ടല്ല ദാവീദ് പുത്രൻ. ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ്. യേശുവിനെ സ്വീകരിക്കുന്നതിന് അതിരില്ലാതെ ആവേശം. അവിടെ പരവതാനിക്ക് എന്താ സംഭവിക്കണമെന്നുള്ളതാണ്. അവിടെ മരങ്ങളും വൃക്ഷങ്ങളും അല്ലെങ്കിൽ ആ ഇലകളും ഒക്കെ ചുമ്മാ വായിൽ കയറി സ്വപ്നം കഴിയുമ്പോൾ കരിഞ്ഞു പോകുന്നവർക്കൊക്കെയാണ്. പക്ഷെ ഈ കഴുതപ്പുറത്തിരിക്കുന്നവനെ ദാവീദിന്റെ പുത്രനായിട്ട് അതിന്റെ നിറവിൽ അവനെ സ്വീകരിക്കാൻ സാധിക്കും. അന്ന് സന്ധ്യയ്ക്ക് സൂര്യൻ മങ്ങുന്നതിന് മുമ്പ് ഇവന്റെയൊക്കെ നിലവാണ്. ദിവസം ചെറിയുള്ളെന്ന് ദിവസം പറയും. നൈമിഷികരാണ്. ഉറച്ച ഒരു നിലപാടില്ല. നിത്യതയിലേക്ക് ശ്രദ്ധ വയ്ക്കുവാൻ സങ്കോചമുള്ളവരായിട്ട് 10 ഓർത്തഡോക്സുകാർ വരട്ടെ ഇന്ത്യയിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാടാണ്. സദസ്സിനെ നമ്മൾ കോട്ടയമാണ്. ഈ സഭയെ പുതുക്കാനായിട്ട് താല്പര്യപൂർവ്വം കടന്നു വന്ന ഒരു മനുഷ്യന്റെ കബറിനെടുത്താൻ വിചാരിക്കുന്നത്. ഇദ്ദേഹം കാലം ചെയ്ത് കഴിക്കാൻ അദ്ദേഹത്തിന്റെ പ്രതിശരീരവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആദിവാസികൾ മറ്റുള്ള ആളുകൾ പുരുഷന്മാർ സ്ത്രീകളും പിന്നെ അവരുടെ കൂട്ടക്കരച്ചിലായിരുന്നു വരുന്ന വഴിക്ക് കണ്ടിട്ടുള്ള ആരെല്ലാം ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഒരേ ഓർത്തഡോക്സാരെല്ലാം ക്രിസ്ത്യാനിയല്ല. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സുകൊണ്ട് ചിലതൊക്കെ നേടിയത് അങ്ങനെ ഒരു രൂപം ഓർത്തഡോക്സ് വിശ്വാസികളുടെ ഉണ്ടെന്ന് ഞാൻ ഇരുന്നേരും താണജാതിക്കാരൻ നമ്മൾ ആക്ഷേപിക്കുന്നവരോ മനസ്സ് അറിഞ്ഞ് ആദരവോടെ നിർത്തനം അധ്യാപിക്കാറുണ്ട്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കാരുണ്യം ഏറ്റുവാങ്ങാൻ കൈമാറാനും ഒരുമിച്ച് അനുഭവിക്കാനും ജീവന ദൈവത്തിന്റെ സ്ഥാനത്തിലേക്ക് ഒരുമിച്ച് നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓശാന പെരുന്നാൾ കഴിഞ്ഞിട്ട് ഓരോ ദിവസവും പരിതാപത്തിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും പാണി ഒഴുക്കുന്നതിന്റെയും ഇവരെ പറ്റിക്കൊടുക്കാനുള്ള പദ്ധതി ആസ്വാദനം ചെയ്തത് ഒക്കെ നീണ്ട അന്വേഷണമാണ്. വലിയ വെള്ളിയാഴ്ച വരുമ്പോഴത്തേന് അതിന്റെ ഡീപ്പസ്റ്റ് വാഹിനി വരികയാണ്. ലോകരക്ഷകനായി നമ്മളെ വീണ്ടെടുക്കാൻ കടന്നു വന്ന ഏറ്റവും ഹീനനായി നികർഷനായി പൈശാചികമായിട്ടുള്ള അവസ്ഥകൾ പര്യായമാണ്. ഏറ്റവും പോപ്പുലസ് പേഴ്സൺസ് അടുത്ത സ്ഥാനം എന്നാണ് ടൈറ്റിൽസ് കട്ടപ്പെടുത്ത് അല്ലെങ്കിൽ കുരിശിറങ്ങി. അത് കഴിഞ്ഞ് പാതാളത്തിലേക്ക് പോയി കുറച്ചുകൂടെ താഴ്ത്തും. ശാപത്ത് കഴിഞ്ഞാൽ പ്രഭാതമായ വെളിച്ചം നൽകാൻ മുമ്പ് സ്ത്രീകളോട് കല്ലകരയ്ക്കും. അത് കാണാൻ പറ്റില്ല.
അവള് നോക്കുമ്പോഴാണ് ഒരു ദൂതനെ കാണുന്നത്. അവളൊരു സന്ദേശം മറിയയ്ക്ക് കൈമാറി. അവള് പ്രപഞ്ചത്തിൽ ഒരിക്കലും കേൾക്കാത്ത ഒരു ശബ്ദം സ്വന്തം നാവിൽ കൂടി പ്രപഞ്ചത്തിൽ എല്ലാവർക്കും അവകാശമുള്ള ഒരു ശബ്ദമായിട്ട് വേർതിരിച്ച് ശിഷ്യന്മാർ കൂടി ലോകത്തിന് കൈമാറുകയാണ്. കുറെ നാൾ മുമ്പ് അവളെ കെട്ടപ്പെട്ടവളായിട്ട് കൊണ്ടുവന്ന ഇവിടെ കല്ലെറിയാൻ ഞങ്ങൾക്ക് അനുവാദം തന്നു യാചിച്ച ആളുകളുടെ പക്ഷത്തിൽ അവൾ പുതിയൊരു സന്ദേശമാണ്. ഈ ഒരു വ്യത്യാസം സാത്വികയായി കാണാൻ മലങ്കര ഓർത്തഡോക്സ് ഇവിടെ സർവസന്താനങ്ങൾക്ക് എങ്ങനെ സാധിക്കും വേണ്ടി പറയാൻ ഐനാക്സിന്റെ മീറ്റിംഗിൽ ഒരു പർപ്പസ് 84 പ്രാവശ്യം പങ്കെടുത്തതിനകത്ത് ഭൂരിപക്ഷവും 57 വരെ പങ്കെടുത്തത് ഗതാഗതമാണ്. ഇന്ന് ഞാൻ പരിചയപ്പെട്ടതിൽ എനിക്ക് അതിന് സന്തോഷം ഉണ്ടായിരുന്നത് ഇമാസാറിന്റെ ഭവനാണ്. നിങ്ങളുടെ അനുഭവം കുറിച്ചതിൽ അടുത്ത തലമുറയിൽ വന്നവരെ എത്രപേരുണ്ട്? നമ്മുടെ വീട്ടിൽ ചെന്ന് ഇവിടുത്തെ അനുഭവങ്ങൾ പറഞ്ഞാൽ കേട്ടിരിക്കാൻ താല്പര്യമുള്ളവര് നമ്മുടെ മക്കളിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ പള്ളികളിൽ ചെന്ന് ഞങ്ങൾ കോയമ്പത്തൂർ പോയി കലാകാശ്രമത്തിൽ വെച്ച് അയനാവശ്യത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ പോകണം. ഇന്ന് ഞാൻ പ്ലേറ്റോട് പോകുമ്പോൾ പുറകിലിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ ദേവൽ സെമിനാറിൽ വളരെ അഭിപ്രായം ഇന്ന് ഇവിടെ പുറകിൽ പോരാട്ടെ. ഒരു കൊച്ചു കാര്യമാണ് ഇന്ന് കിട്ടിയ പാക്കേജുമായിട്ട് പറയും. അതിന്റെ വലിയൊരു സംഗതിയാണ് അനുഭവിച്ചവർക്കറിയാം. അപ്പൊ നമുക്ക് കിട്ടുന്ന പാക്കേജും ഇതിന് അതൊന്നുമില്ല. അതാണ് തിരുവചനത്തിന്റെ ശക്തിയാണ്. തിരുസത്യത്തിൽ അണയുന്നതിന്റെ സാങ്കത്യമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം, കുമ്പിടണം, ജനനമസ്കാരം നടത്തണം, ദൈവത്തിൽ മാത്രം അറിയണം, അറിയിക്കണം, അനുഭവിക്കണം, ആഘോഷിക്കണം. നമ്മൾ തമ്പരടിച്ച് തുള്ളുന്നവരല്ല. പക്ഷെ ഇവിടെ ഒരു തൈപ്പം ഉണ്ടായി നമ്മളൊക്കെ ഒത്തിരി റീൽസ് കാണുന്നത് നായ്ക്കളുടെ പെരുമാറ്റം യജമാന്മാരുടെ പെരുമാറ്റമാണ് അടിപൊളിയായിട്ട് എപ്പോഴും വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പള്ളിയിൽ ഇരിക്കുന്ന പലരും അവരുടെ വീട്ടിലൊരു പോമറേനോ വേറൊരു പട്ടി ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര വാശിയെ കുറിച്ച് ആലോചിച്ചു വെള്ളം കുടിച്ചോ എന്നെ അന്വേഷിക്കണം. എന്താ കാരണം? അതിന്റെ സ്നേഹം. ഞാൻ പലപ്പോഴും ഓർക്കണം, നായ്ക്കളുടെ സ്നേഹത്തിന്റെയോ വിശ്വസ്തതയുടെയോ സമർപ്പണത്തിന്റെയോ ഒരു 1000-ലൊരു അംശം നമുക്ക് തമ്പുരാനുണ്ടെന്നൊക്കെ തമ്പുരാൻ ഒരു ഞാൻ എന്തെങ്കിലും വിധത്തിൽ അസ്വൃത്തിയാണോ പറയുന്നത്? നിങ്ങളുടെ വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ ചെല്ലുമ്പോ നോക്കുക, വാതിലവർക്കൊന്നും വേണ്ട. നാളുകൾക്ക് മുമ്പ് അതിനറിയാം യജമാനത്തേക്ക് എന്റെ ബൈക്കിലേക്ക് വന്നു എന്നെ പറഞ്ഞു. എന്തൊരു ആവേശമാണ്. ഞാൻ താമസിക്കുന്ന മുറിയിൽ പടിഞ്ഞാറോട്ട് നോക്കിയാൽ ആദ്യകാലത്തൊക്കെ പടിഞ്ഞാറ് ഭാഗം നല്ലപോലെ കാണാം. നമ്മുടെ അരമനയുടെ തൊട്ട് പുറകിലെ പടിഞ്ഞാറ് വശത്താണ് ഒരു വലിയ മൈതാനം. അതിന്റെ ഇങ്ങേയറ്റം നമുക്ക് കാണാം. ആ മൈതാനത്തിന്റെ ഒരു നല്ല ഭാഗം സെന്റ് മേരീസ് ഗാർഡൻ പറയുന്നത്. നമ്മുടെ പള്ളിയുടെ നേരെ മുമ്പിലുള്ള സെന്റ് മേരീസ് ചർച്ച് എല്ലാം ശിവസേനക്കാരായിരുന്നു. ആ റോഡിന് തെഫൽസഭയൊക്കെ അന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ ഗാർഡൻ നോക്കുന്ന ഒരു ജോലിക്കാരൻ, അയാൾക്കൊരു പട്ടിയുണ്ട്, കില്ലപ്പട്ടി എന്ന് പറയാം. അതിന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു നല്ല വഴിയുണ്ട്. 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിന് ചുറ്റുപാടാണ്. ആളുകൾ ഒത്തിരി പേര് രാവിലെ പോകാനും ചാടാനും
യോഗങ്ങളൊക്കെയാണ്. വലിയ കൊട്ടാരങ്ങളിലെ വലിയ സമ്പന്നരുടെ പട്ടികൾ ഈ ബെൽറ്റും ജൈറ്റാനിക് ഫിഗറായിട്ട് അതിനാണ്. അപ്പൊ ഈ കില്ല പട്ടി കൊണ്ടുപോയി വലിയ പട്ടിയില്ല വേണ്ടത് ചെയ്യാൻ അങ്ങനെയാണ്. ഒരാളെ അടുത്തടുത്ത് എന്നിട്ട് ശല്യപ്പെടുത്തുന്നത് ഇപ്പോഴും അവനും തിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പം വേറെ പോകും. പക്ഷെ അവൻ കുറച്ചോണ്ടിരിക്കുമ്പോ അവന്റെ യജമാനൻ കൂടി വന്ന 2 ചപ്പാത്തി കയറി കൊടുക്കാൻ കൊടുക്കാൻ അവന് പറയുന്നത് മറ്റവനാണെങ്കിൽ മതി കഴിക്കും ഒക്കെ ഇഷ്ടം പോലെ കഴിക്കുന്ന പാർട്ടിയാണ്. യജമാനൻ പറയുമ്പോ ഈ നായിക മറ്റേതിന് പുറകെ പോയാൽ എനിക്കിതുപോലെ സഫലം സാധിച്ചുകൊണ്ട് അവനാണ് ബെറ്റർ യജമാനൻ എന്ന കണക്കൂട്ടി ആ കോമ്പോണന്റ് മാറുന്നത്. അത് പട്ടിയുടെ സത്യസന്ധതയാണ്. നായ്ക്കളുടെ ഈ സംസ്കാരത്തിൽ അതിൻ്റെ ഒരു അംശം നമുക്ക് വളരെ മനസ്സിലാക്കും. ഞാനൊരു അതിശയം കേട്ടില്ല. ഈ സഭയെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എനിക്കിത് പറയാൻ മനസ്സിലാകുന്നില്ല. ഒരു സാധ്യതയുടെ തലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഈ തിരുവാതിര വളരെ വിലപ്പെട്ട സന്ദേശം. ഒരാഴ്ചയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് ആഴ്ചയിൽ കാണുന്നെങ്കിൽ ഈസ്റ്റർ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറ്റമില്ല. തകർന്ന് തരിപ്പണമായിരിക്കുന്നത് മുഴുവനും സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുന്ന പവിത്ര കൊട്ടാരത്തിന്റെ പുഷ്പളതയും നിറഞ്ഞ സൗന്ദര്യം. എന്ന് ഈസ്റ്റർ ദിനമുണ്ടായി അന്ന് മുതൽ എന്റെ ആസ്വാദതയും അതിന്റെ ശക്തിയും ക്രമങ്ങളുടെ നിറവും തുറന്നുകൊണ്ടേയിരിക്കുക, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കണം, വഴിമാറുന്നു. ഓർത്തഡോക്സ് അല്ലാത്തവരെ കൂടി ലഭിക്കുന്ന അനുഗ്രഹം സ്വന്തമാക്കാൻ നോക്കാൻ ഒരുമിച്ച് കൂടിയാണ് സാധ്യത. അത് ഹൈനാംസ് വളർന്നതായിരുന്നു. ഒരു പള്ളിയിൽ ഹൈനാംസിന്റെ 5 പേരുണ്ടാക്കി പുതിയ മുഖം കൊടുക്കും. കാരണം റിസർച്ചിനെ ഫോക്കസ് ചെയ്ത കാര്യത്തിനകത്ത് സെലിബ്രേഷൻസിന്റെ ഘടകങ്ങളുണ്ട്. അഹങ്കരിക്കാനുള്ള സ്പേസസ് അല്ല. അവിടെ അതിന്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യണം. ആൻഡ് എസെൻഷ്യൽ തോട്ട് ഓൺ ചെയ്യാൻ പോകുകയാണ്. സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധിച്ച് പല കാര്യങ്ങൾ ചെയ്യണം. അതിനനുസരിച്ചാണ് യേശുദാൻ പോയിട്ട് ലാസർ പുറത്തു വരിക പറഞ്ഞപ്പോ എങ്ങനെയാ നോക്കാത്ത പോകുന്നത്? തമ്പുരാൻ പറഞ്ഞപ്പം കട പിടിച്ചെഴുന്നേറ്റ് ജോറായിട്ട് തമ്പുരാൻ വിശ്രമം കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ കെട്ടപ്പെട്ടവനാണ്. അത് കെട്ടുകളെ അടിക്കാമോ? You and me have got a very important role to play in terms of the content of the kingdom of God. ചെയ്യാൻ വളരെ സഭയുടെ ഒരു ദൗത്യമാണ്, സഭയ്ക്കുള്ളൊരു പങ്കാളിത്തമാണ്, സഭയ്ക്കുള്ളൊരു ഇമ്പോർട്ടൻ്റ്, സഭയ്ക്കുള്ളൊരു പാർട്ടിസിപ്പേഷൻ. അതിനകത്ത് അവനെ തൊട്ട് മരിച്ചിരുന്നവനെ തൊട്ടിട്ട് അവന്റെ ശരീരത്തിൽ ചൂട് അനുഭവിച്ച് അവനെ അഴിച്ചുപൊടുന്ന ജോലി ഓർത്തഡോക്സ് വിശ്വാസികളുടെ ആ ഗ്രാഫിന്റെ ഷേപ്പ് മാറിക്കണം. പുറപ്പെടുന്നതിന് മുമ്പ് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ മഹത്വമാണ് കണ്ടോ? ഇത് നമ്മൾ കാണുന്നു. കാണുന്നില്ലെങ്കിൽ എന്നെ കുഴപ്പം. ദിവസം ഇല്ലെങ്കിൽ കാണും. ചരിത്രത്തിൽ സംഭവിക്കാറില്ല. ഈ പറയുന്ന മനുഷ്യൻ
വള്ളത്തിൽ കയറി സൈപ്രസിൽ പോയി സൂക്ഷിച്ചിട്ട് അറിയിച്ചു. സൈപ്രസ് ചെന്ന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ ഏതാനും മിനിറ്റുള്ളിൽ ലാസറിന്റെ കലറിലേക്കാണ് റോഡിന് നടക്കാം അത് വെച്ച് ചിലർക്ക് ലാസർ ഇവിടെ പോകാൻ കാരണം ഉയരത്തിന്റെ എന്ന് പറഞ്ഞ പിന്നെ തല്ലിക്കൊല്ലുന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ സൈപ്രസ് മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു കാലത്ത് ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പായിരുന്ന ആ ഐലൻഡ് ഭരിച്ചിരുന്നത് ആർച്ച് ബിഷപ്പ് അറിയിച്ചു. ഇതുകൊണ്ടുകൂടി നമ്മൾ ഈ ദൈവദിനം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. മാസങ്ങളിലും കുടുംബങ്ങളിലും മണിക്കൂറുകൾ ചെലവഴിക്കാൻ നമുക്ക് അവസരം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇഷ്ടംപോലെ മജോറിറ്റി ഓഫ് യു ആർ റിട്ടയർഡ്. പത്രം തിരിച്ചും മറിച്ചും കറക്കുക, ടിവിയുടെയും ചാനലുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈലുകൾ ആരെങ്കിലും കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും അങ്ങനെ തേടി പ്രദർശനം ചെലവഴിക്കാൻ ശ്രമിക്കാം. ഞങ്ങൾക്കൊരു 3 മിനിറ്റ് ഇതുപോലൊരു വേദഭാഗം വായിച്ചു. നമ്മുടെ 25 സെപ്റ്റംബർ അവസാനം ഈ ദിനം തന്നപ്പോൾ ഈ വേദഭാഗം എന്നതായിരിക്കും അവസാനം. എന്റെ താല്പര്യം കണ്ടെത്താനുള്ള ഉത്സാഹവും ആത്മാർത്ഥമായ ആഗ്രഹവും ശരിയായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് ഉത്പാദനമാണ്. കാരണവാൻ കലാക്ഷം കൽവരകൾ പ്രധാനം ഡൈനാംസ് ഉയർന്നു അനേകരുടെ ദുഃഖങ്ങളെ വായിക്കാൻ സാധിക്കും. നമ്മൾ കോൺസോൺ ഫണ്ടിൽ കഴിയുന്നവരാണല്ലോ. വിജയൻ പറഞ്ഞു കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു 40 വയസ്സ് കഴിഞ്ഞ താഴെയുള്ളവരുടെ നിലപാടാണ്. ഒരു 10-12 വയസ്സ് മുതൽ ചെറുപ്പക്കാർക്ക് സ്വപ്നം കണ്ടിരുന്ന ഒരു സ്പേസാണ് കുടുംബജീവിതം. പരിപൂർണമായിട്ട് തകർന്ന് തരിപ്പണമായി ഇനി ആവശ്യമില്ല എന്ന് അവർ ഇങ്ങോട്ട് പറയുന്ന കാലഘട്ടമായിട്ട് അതിന്റെ ഏതെല്ലാം തലങ്ങളിലുള്ള വിള്ളലുകളുടെ അതിൽ നിന്ന് വരുന്ന ദുർഗന്ധമായി പിടിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രായമായവരുടെ അവസ്ഥ അവർക്ക് വിവാഹം തുറന്ന് എന്തെങ്കിലും പറയണം. ഞാൻ പറയുന്നുണ്ട് ഒരു സമയത്ത് അമ്മായിമ്മമാരുടെ പകർന്നു തുടങ്ങുന്നത് തട്ടിലെന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഉണ്ടായ ഏതെങ്കിലും 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ശക്തമായിട്ട് വീട്ടിൽ ഒരു നിലപാട് ഉറപ്പിച്ച് പറയാൻ ചെല്ലണം. ഞാൻ പറഞ്ഞു പോകുന്നത് സുറിയാനി ക്രിസ്ത്യാനികളുടെ വീട്ടിലെ കാര്യത്തിൽ 5 വയസ്സ് മുതൽ മുകളിലോട്ട് വരുന്ന ഒരു കുഞ്ഞിനെ ശാസിക്കാൻ തിരുത്താൻ നമുക്കുള്ള അവകാശവും ചുമതലയും എങ്ങോട്ട് ആരെടുത്തേണ്ടവർ പരിശുദ്ധാത്മാവ് മാറ്റിയെടുത്താണ്. വലിയ താല്പര്യമായിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ എത്ര ദിവസം സന്തോഷമായിട്ട് കുടുംബ ജീവിതത്തിന്റെ പൂർണ്ണത അനുഭവിച്ച ദിനങ്ങളും യാന്ത്രികത്വത്തിൽ വന്നിട്ട് ആളുകളുടെ അടുത്ത് ചില ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നല്ലാതെ അനുഭവങ്ങളുടെ പേരിയത്തിൽ ആനന്ദത്തോടെ നിമിഷങ്ങൾ ചെലവഴിക്കാൻ മാത്രം സാധിക്കും. ഞാൻ ഈ സംസാരിക്കുന്ന ഒരു ക്രൗഡ് മലങ്കര സഭയിൽ one of the best team എന്ന് അറിയാൻ പാടില്ല തന്നെ അവിടുത്തെ കാര്യങ്ങൾ you have to come down, come to the Lord, start again to create a new era in which the husband and wife can live together with the words and deeds and the directions of the Lord. പകർന്ന് മനസ്സിലാക്കാൻ സാധിക്കും പറയുന്നത് കുടുംബജീവിതത്തിൽ കൂടി ഒരു കുഞ്ഞ് ജന്മം കൊടുക്കുന്നത് പിതാക്കന്മാർ പറയുന്നത് തമ്പുരാനോട് ഒപ്പം നിന്ന് പ്രൊക്രിയേഷൻ സജീവമായ ഒരു പങ്കാളിത്തമാണ്. അച്ഛൻ പറഞ്ഞ പോലെ സന്യാസിമാർക്കാണ് അവർക്ക് വേറെ നിലവും
പക്ഷെ നല്ല കുടുംബജീവിതം നയിക്കുന്നവർക്കില്ലെങ്കിൽ അവളെ കാതലിക്കാൻ വേണ്ടി അപ്പൊ നിർണായകമായിട്ടുള്ള പല തലങ്ങളിലും ശ്രദ്ധയാർന്ന് നീങ്ങാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ദൈവകൃപയിലായിരിക്കാൻ ഈ വേദഭാഗം നമ്മളെ ശ്രദ്ധേയമായിട്ട് ചില കാര്യങ്ങൾ തമ്മിൽ ആർക്കും പ്രതീക്ഷിക്കാൻ ഒക്കാത്ത അവസരത്തിൽ ഒട്ടും ഉൾക്കൊള്ളാൻ ഒക്കാത്ത ഒരു ശബ്ദമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ വാക്കുകളാണ്. പറഞ്ഞവൻ വിശ്വസ്തനാണ്, പറഞ്ഞവൻ കണ്ടിട്ടാണ്, കൈമാറാൻ കൽപ്പുണ്ടായിട്ട് അവരുടെ വിശ്വാസമാണ് സഭയെ സജീവമായിട്ടുള്ള ചെറുകടിച്ച് ഉയർന്നു പോകുന്ന പക്ഷിയെ പോലെ ഉയർന്നു വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്നു. ഒരു ശൈലിയുടെ ഗുണങ്ങളായി മലകര സഭ തീരുമാനം 1000 ഒരു പ്രത്യേക റോളിൽ വിജയിച്ച ഒരു കാലത്ത് കേരളത്തിലെ പ്രതിനിധിയായിട്ട് ഓടി പോകുന്നു. അധികാരം കൂടെ എന്നും ഓടാൻ ഒരു വിളിച്ചു ഓർത്തോ സഹിക്കണം. അതിനുള്ളൊരു വിളി അതിനവസ്ഥമാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ എനിക്കത് പറയാൻ ആശ്രയിക്കില്ല. പറയാനുള്ള ആവേശത്തിൽ എൻ്റെ ആരോഗ്യം ഉൾപ്പെടെയുള്ള പരിമിതികളുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികൾ കണക്കിലെടുത്തോളം നമുക്കൊരു പ്രശ്നം അതുപോലുള്ള തിരുവനന്തപുരം രക്ഷകൻ പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. ആരെങ്കിലും സൃഷ്ടിച്ച ചൂട് ദൈവത്തിന്റെ സ്ഥലത്വവും തിരുവനന്തപുരത്തിന്റെ സ്ഥിതിയും തമിഴ്നാടിന്റെ വാഗ്ദാനങ്ങളുടെ നിറവും നമ്മളിൽ കൂടി നമുക്കും അവരിലും മറ്റുള്ളവർ സമ്പാദിക്കുവാൻ ദൈവത്തിനുണ്ടാവുക. നിന്റെ മഹത്വത്തിൽ പ്രാർത്ഥന നിന്റെ അതിനാവശ്യമേ ഞങ്ങളെയും ഇതുപോലുള്ള വസ്ത്രങ്ങളും പുസ്തകങ്ങളും അനുഭവം സമഗ്രമായി